അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഖുർആനും സുന്നത്തും വിവരിച്ച അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിൻ്റെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം മഹ്ദിയുടെ ആഗമനം. ഇസ്ലാമിന്റെ പൊൻവെളിച്ചവുമായി ഇരുണ്ട ലോകത്തേക്ക്, അക്രമവും അനീതിയും നിറഞ്ഞ ലോകത്തേക്ക് പരിശുദ്ധ ദീനിന്റെ വെളിച്ചവുമായി കടന്നുവരുന്ന ഇമാം മഹ്ദിയെ പ്രതിരോധിക്കാനും തകർക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ അക്കാലത്തും രംഗത്ത് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അൻ ഉമ്മി സലമത സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക പത്നിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഉമ്മു സലമ ബീവി വിവരിക്കുകയാണ്. നബി തങ്ങൾ എന്റെ വിരിപ്പിലായ ഒരു ദിനത്തിൽ, എന്റെ കൂടെയായ ഒരു ദിവസത്തിൽ പ്രഭാത സമയത്ത് എന്നോട് പറഞ്ഞു, യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ, ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃസ്ഥാനത്ത് നിലകൊണ്ട് മുന്നേറുന്ന ഒരു ഖലീഫ, ഒരു രാജാവ്, ഒരു ഭരണാധികാരി മരിക്കും. ആ ഖലീഫയുടെ ഭരണാധികാരിയുടെ മരണത്തോടുകൂടെ യകൂനു ഇഖ്തിലാഫുൻ, മുസ്ലിം ലോകത്താകെ ഭിന്നത പ്രകടമാകും. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പരം കലഹവും രക്തച്ചൊരിച്ചിലും ഉണ്ടാകും. ഒരു കാലത്ത് ആ ഭരണാധികാരിയുടെ മരണത്തോടുകൂടെ ലോകത്തെങ്ങും അനൈക്യം പ്രകടമാകുമ്പോ فَيَخْرُجُ رَجُلٌ مِّنْ أَهْلِ الْمَدِينَةِ هَارِبًا إِلَى مَكَّةَ, ലോകാവസാനത്തോടടുക്കുന്ന അക്കാലത്ത് ആ രാജാവിന്റെ മരണവുമായി മുസ്ലിം ലോകം ഭിന്നിപ്പിലാകുമ്പോ മദീന നിവാസികളിൽപ്പെട്ട ഒരു ആൺകുട്ടി മക്കയുടെ ഭാഗത്തേക്ക് ഓടിവരുമ്പോ ഫയഅ്തീഹി നാസും മിൻ അഹ്ലി മക്ക, അദ്ദേഹത്തെ വരവേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് മക്കയിലെ വിശ്വാസികൾ എല്ലാവരും വന്നെത്തുകയും ഫയുബായിഊനഹു ബൈന റുക്നി വൽ മഖാം, മഖാം ഇബ്രാഹീമിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള പരിഭാവനമായ സ്ഥലത്ത് വെച്ച് ഈ മനുഷ്യനെ മക്കക്കാരെല്ലാവരും ബൈഅത്ത് ചെയ്യും, അനുസരണ പ്രതിജ്ഞയെടുക്കും, നേതാവായി മക്കക്കാർ അംഗീകരിക്കും. ഇത് കാണുമ്പോ വയുബഅസു ഇലൈഹി ബഅസും മിൻ അഹ്ലി ശാം, ജൂത ക്രൈസ്തവ സഖ്യത്തോട് കൂറുപുലർത്തുന്ന ഭരണം അറേബ്യയിൽ അവസാനിക്കുമ്പോ, ജൂത ക്രൈസ്തവ ലോബിക്ക് സുജൂദ് ചെയ്യുന്ന ഭരണം അറേബ്യയിൽ അവസാനിക്കുമ്പോ ഒരു ആൺകുട്ടിയെ മക്കക്കാരെല്ലാവരും നേതാവായി തിരഞ്ഞെടുക്കുമ്പോ വയുബ്അസു ഇലൈഹി ബഅസും മിൻ അഹ്ലി ശാം, ഇസ്രായേലിന്റെ ഫലസ്തീനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുരിശ് സൈന്യം അല്ലെങ്കിൽ ജൂത സൈന്യം ഈ മനുഷ്യനോട് നേരിടാൻ, യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടും. ഈ മനുഷ്യൻ ഇമാം മഹ്ദിയാണ്. മഹ്ദിയെ തകർക്കാൻ വേണ്ടി ഷാമിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബറ്റാലിയൻ, ഒരു സൈന്യം ഇറങ്ങി പുറപ്പെടുമ്പോ ഫയുഖ്സഫു ബിഹിം ബിൽ ബൈദാഇ ബൈന മക്കത വൽ മദീനതി, ആ സൈന്യം മക്ക ലക്ഷ്യമാക്കി കടന്നു വരുമ്പോ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബൈദാ എന്ന മരുഭൂമിയിൽ പ്രദേശത്തെത്തുമ്പോ ഫയുഖ്സഫു ബിഹിം, അവരെ എല്ലാവരെയും അല്ലാഹു ഒരു പ്രകമ്പനത്തിലൂടെ ഭൂമിയിൽ ആഴ്ത്തും. ഇമാം മഹ്ദിക്ക് ആ ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യേണ്ട ഗതി വരില്ല. അതിനിടക്ക് ആ സംഘത്തെ, ആ ശത്രു സൈന്യത്തെ ബൈദാ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അല്ലാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
ഇമാം മഹ്ദിയെ അള്ളാഹു വിജയിപ്പിക്കുകയാണ്, ശത്രുക്കളെ പരാജയപ്പെടുത്തുകയാണ്. ഫഇദാ റഅന്നാസു ദാലിക അതാഹു അബ്ദാലു ശാമി വഅസായിബു അഹ്ലിൽ ഇറാഖ്. ഈ അത്ഭുതം കാണുമ്പോ, ഏതത്ഭുതം? ഈ മനുഷ്യനെ തകർക്കാൻ വേണ്ടി വരുന്ന സൈന്യത്തെ ഭൂമി വിഴുങ്ങുന്ന രംഗം കാണുമ്പോ അതാഹു അബ്ദാലു ശാം, പലസ്തീനിൽ ജീവിക്കുന്ന ആരിഫുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുസ്ലിമീങ്ങൾ ഓടിവരും. വഅസായിബു അഹ്ലിൽ ഇറാഖ്, ഇറാഖിലെ വലിയ സംഘവും ഓടിവരും. ഫയുബായിഊനഹു ബൈനർ റുക്നി വൽ മഖാം, അവരും ഈ മനുഷ്യനെ നേതാവായി തിരഞ്ഞെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ തഖൂമുസ് സാഅതു, പുണ്യ നബി പറയുന്നു, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ തുംലഅൽ അർളു ളുൽമൻ വഉദ്വാനാ, ഈ ഭൂമിയിൽ മുഴുവൻ അക്രമവും അനീതിയും നിറയുന്ന കാലം എത്താതെ, ഈ ഭൂമിയിൽ അക്രമവും അനീതിയും നിറയുന്ന കാലമെത്താതെ ഈ ലോകം അവസാനിക്കുകയില്ല. സുമ്മ യഖ്റുജു മിൻ അഹ്ലി ബൈതി മൻ യംലഉഹാ ഖിസ്തൻ വഅദ്ലാ, അക്രമവും അനീതിയും നിറഞ്ഞ ഭൂമിയിലേക്ക് സുമ്മ യഖ്റുജു മിൻ അഹ്ലി ബൈതി മൻ യംലഉഹാ ഖിസ്തൻ വഅദ്ലാ, ഈ ഭൂമിയിൽ നീതിയും സത്യവും നിറക്കാൻ വേണ്ടി എന്റെ അഹ്ലു ബൈത്തിലെ ഒരാൺകുട്ടി രംഗപ്രവേശനം ചെയ്യാതെ, അദ്ദേഹത്തിന്റെ നിയോഗമുണ്ടാകാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല തന്നെ. ഈ ഇമാമിന്റെ ശരീരഘടനയും രൂപവും സ്വഭാവവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്, അടയാളങ്ങൾ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മഹ്ദിയു മിന്നീ മിൻ അജ്ലൽ ജബ്ഹതി വ അഖ്നൽ ഔഫി. ഇമാം മഹ്ദിയുടെ ശരീരഘടന പറഞ്ഞു തരുന്നു. ഇതൊക്കെ നമുക്ക് പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. ഞാനുള്ള കാലത്ത് മഹ്ദി ഒന്നും വരൂല, പിന്നെന്തിനാ ഈ രൂപം പഠിക്കുന്നു എന്നൊന്നും വിചാരിക്കണ്ട. ഒരു നല്ലൊരു മനുഷ്യൻ, തികഞ്ഞ ഒരു പണ്ഡിതൻ, ഒരുപാട് നാളുകൾ ദർസീ രംഗത്ത് സേവനം ചെയ്ത, ദുനിയാവിനെ മോഹിക്കാത്ത ഒരു നല്ല പണ്ഡിതൻ പ്രസംഗിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പണ്ഡിതന്മാരെല്ലാം ആദരിക്കുന്ന ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആ പണ്ഡിതൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് പറയാതിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഈ ഫഖീറിന്റെ അഭിപ്രായത്തിൽ ഇമാം മഹ്ദി ജനിച്ചിരിക്കുന്നു എന്നതാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വെറുതെ അഭിപ്രായം പറയല്ല, ഇമാം മഹ്ദി ജനിച്ചിരിക്കുന്നു എന്നതാണ് എന്റെ അഭിപ്രായം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് വ്യക്തമായ തെളിവ് നേരിട്ട് കാണാത്തത് കൊണ്ട് ജനിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും തെളിവ് കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഏതായാലും എന്തിനാ മഹ്ദിയുടെ അടയാളം ഞാൻ പഠിക്കുന്നത്, ഖിയാമത്ത് നാളൊക്കെ ഞാൻ പോയിട്ട് ഉണ്ടാവുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ അന്ന് ആ സ്വഹാബത്ത് അത് ജിജ്ഞാസയോടുകൂടെ പഠിച്ചല്ലോ. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞപ്പോ അവര് സാധാരണ ദീനീ വിഷയങ്ങൾ പഠിക്കുന്നതിലേറെ താല്പര്യത്തോടുകൂടെ ചെവി പിടിച്ച് വട്ടം പിടിച്ച് അവരത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും നമുക്കൊക്കെ അറിയിച്ചു തരികയും ചെയ്തു. ഇമാം മഹ്ദിയുടെ അടയാളം, മഹ്ദി എന്റെ ആളാണ്. നബി തങ്ങൾ പറയുന്നു, അൽ മഹ്ദിയു മിന്നീ, എന്നിൽപ്പെട്ട ആളാണ്. മിൻ അജ്ലൽ ജബ്ഹതി വ അഖ്നൽ ഔഫി, നെറ്റിത്തടം വിശാലമായ ആള്, വിശാലമായ നെറ്റുള്ള ആളാണ്. വ അഖ്നൽ ഔഫി, നീണ്ടു വളഞ്ഞ മൂക്കുള്ള ആളാണ്. അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. മുഖലക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കുറെയൊക്കെ അത് ശരിയാണ്. ചിലര് പറയാറുണ്ട്, അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആള് ഉഡായിപ്പാണ്, അല്ലെങ്കിൽ ആള് തരികിടയാണ്, കള്ളനാണ്. കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ അത് അങ്ങോട്ട് പറയാൻ വയ്യല്ലോ, ഇപ്പൊ കയ്യിലിരിപ്പ് കണ്ടപ്പോ വ്യക്തമായി. ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് തന്നെ അറിയാം. ചില ആളുകളൊക്കെ അവിവേകം ചെയ്ത് അല്ലെങ്കിൽ വല്ല അക്രമവും ചെയ്ത് മോഷണോ തെമ്മാടിത്തരൊക്കെ ചെയ്താല് അവനെ പരിചയമുള്ള ചില ആളുകൾ ഇവിടെ തന്നെ പറഞ്ഞിട്ട് അവന്റെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, പിന്നെ അത് അങ്ങനെ പറയാൻ വയ്യല്ലോ, അപ്പൊ അത് ശരിയായി. ഒരു പരിധി വരെ അത് ശരിയാണ്. അറബി സാഹിത്യം പഠിച്ച പണ്ഡിതന്മാർക്കൊക്കെ അറിയാം, ഈ ബുദ്ധിയുടെ ലക്ഷണാണ് നീണ്ടു വളഞ്ഞ മൂക്ക്, വിശാലമായ നെറ്റി ബുദ്ധിശക്തിയുടെ അടയാളാണ്.
പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹ്ദിയുടെ രൂപം, ആ ശരീരഘടന പറഞ്ഞിടത്ത് പ്രത്യേകം പറഞ്ഞു, അജിലൽ ജബ്ഹ, നെറ്റിത്തടം വിശാലമാണ് മഹ്ദിയുടേത്, വഅഖ്നൽ അൻഫി, നീണ്ട മൂക്കാണ് ഇമാം മഹ്ദിക്ക്. അത് ബുദ്ധിയുടെ അടയാളമാണ്. എന്നാൽ മണ്ടത്തരത്തിന്റെ, ഹമാഖത്തിന്റെ, വിഡ്ഢിത്വത്തിന്റെ ലക്ഷണമായി അറബി സാഹിത്യത്തിലൊക്കെ ഒരു വിഡ്ഢിക്കുള്ള സൂചനാ പ്രയോഗം പറയാറുണ്ട്, അരീലുൽ വിസാദ, തലയിണ വീതിയുള്ള ആള്. കിനായത്ത് പഠിക്കുമ്പോ, സൂചനാ പ്രയോഗം അറബി സാഹിത്യത്തിൽ പഠിക്കുമ്പോ വിഡ്ഢിക്ക് പറയുന്നൊരു പ്രയോഗമാണ് അരീലുൽ വിസാദ, തലയിണ വീതിയുള്ള ആള്. അങ്ങനെ പല പ്രയോഗമുണ്ട്. കസീറുർ റമാദ് എന്ന് പറയലുണ്ട്, വെണ്ണീർ കൂടിയ ആള്. വീട്ടിലെ അടുപ്പിൽ വെണ്ണീർ ചാരം കൂടിയ ആള്. എന്തായതിനർത്ഥം? ആള് വലിയ ധർമ്മിഷ്ഠനും അതിഥികളെ സൽക്കരിക്കുന്ന ആളുമാണ് എന്നതിനുള്ള സൂചനാ പ്രയോഗമാണ് കസീറുർ റമാദ്, വെണ്ണീർ കൂടിയ ആളാണ് വീട്ടിൽ. എന്ന് വെച്ചാല് വീട്ടുകാർക്ക് തിന്നാളാണെങ്കിൽ അല്പേ ഉണ്ടാവുള്ളൂ, ധാരാളം ആളുകളെ സൽക്കരിച്ചും ഭക്ഷണം കൊടുത്തും വെണ്ണീർ കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ അരീദുൽ വിസാദ, തലയിണ വീതിയുള്ള ആള്. അതെന്താ തലയിണ വീതിയുള്ള ആള്? അരീദുൽ ഖഫ, പിരടി വീതി കൂടുന്നത് മണ്ടത്തരത്തിന്റെ, ബുദ്ധി കുറവിന്റെ, ഹമാഖത്തിന്റെ അടയാളമായി അറബികൾ പറയാറുണ്ട്. പിരടി വീതി കൂടിയ ആൾക്കല്ലേ വീതിയുള്ള തലയിണ വേണ്ടത്. അപ്പൊ മണ്ടനെ കുറിച്ച് അരീദുൽ വിസാദ എന്ന് പറയും, തലയിണ വീതി കൂടിയവൻ. അഥവാ തലയിണ വീതി കൂടിയ തലയിണ ആർക്കാ വേണ്ടത്? വലിയ പിരടിയുള്ള ആൾക്ക്. വലിയ പിരടിയുള്ള ആള് മണ്ടന. അങ്ങനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇത് പറയുമ്പോ ആരും ഇപ്പൊ അളന്ന് നോക്കൊന്നും വേണ്ട, വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് അളന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റർ ടാപ്പ് എടുത്തിട്ട് ഭാര്യന്റെ കൈ കൊടുക്കുക, മണ്ടത്തരത്തിന്റെ ആഴൊന്ന് അളന്നു നോക്കുക. അപ്പൊ അവള് പറയും ചിലപ്പോ, ഇക്കാക്ക നിങ്ങളെ മണ്ടത്തരത്തിന്റെ ആഴത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് അനുഭവം ഉണ്ടല്ലോ, എന്തിനാ അത് അളക്കുന്നു ചിലപ്പോ പറഞ്ഞേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ശരീരഘടന കൊണ്ട് മനുഷ്യന്റെ സ്വഭാവം വിലയിരുത്തുക എന്ന് പറയുന്നത്, ആ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്ന മുന്നറിയിപ്പിൽ ഇമാം മഹ്ദിയുടെ ലക്ഷണം, ബുദ്ധിശക്തിയുടെ ലക്ഷണം നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരുപാട് അടയാളങ്ങൾ. അൻ താഊസിൻ ഖാല അലാമത്തുൽ മഹ്ദി, മഹ്ദിയുടെ അടയാളങ്ങൾ, അയ്യകൂന ശദീദൻ അലൽ ഉമ്മാൽ, അദ്ദേഹം ഭരണരംഗത്തേക്ക് വന്നാൽ, മുസ്ലിം ലോകത്തിന്റെ ലീഡർ, മുസ്ലിം ലോകത്തിന്റെ സുസമ്മതനായ ഭരണാധികാരിയായി വന്നാൽ അദ്ദേഹത്തിന്റെ അടയാളം അയ്യകൂന ശദീദൻ അലൽ ഉമ്മാൽ, ഉദ്യോഗസ്ഥന്മാരോട് കർക്കശ നിലപാട് സ്വീകരിക്കുന്ന ആളായിരിക്കും. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നതിലാണ് എല്ലാ സർക്കാരും പരാജയപ്പെടുക. ഇപ്പത്തെ നമ്മുടെ അച്യുതാനന്ദൻ സർക്കാരും അത് തുറന്നു പറഞ്ഞല്ലോ, ഇവന്മാരെ തീറ്റി പോറ്റുന്നതിൽ അർത്ഥമില്ല, പറഞ്ഞാൽ കേൾക്കൂല, ഉത്തരവാദിത്വ ബോധമില്ല, പണി ചെയ്യൂല. അല്ലെ? ഉദ്യോഗസ്ഥന്മാരെ കൂച്ചുവിലങ്ങിടാനും പാഠം പഠിപ്പിക്കാനും ഒരു ഗവൺമെന്റിനും ഇതുവരെ പറ്റിയിട്ടില്ല. അത് ഗവൺമെന്റ് തന്നെ തുറന്നു പറയാം. എന്നാൽ ഇസ്ലാമിന്റെ ഖലീഫയായി വരുന്ന ആള് അയ്യകൂന ശദീദൻ അലൽ ഉമ്മാൽ, ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കാത്ത കണിശ സ്വഭാവക്കാരനായിരിക്കും. വഹുബ്ബല്ലിൽ മസാക്കീൻ, പാവപ്പെട്ടവരോട് വല്ലാത്ത കൃപയുള്ള ആളായിരിക്കും. പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞ് ഇൻഖിലാബ് വിളിക്കുന്ന, സിന്ദാബാദ് പറയുന്ന പാർട്ടിക്കാരൊക്കെ പാവങ്ങളെ കൊണ്ട് ജീവിക്കുക എന്നല്ലാതെ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ല നമ്മളൊന്നും. എന്നാൽ വഹുബ്ബല്ലിൽ മസാക്കീൻ, ദരിദ്രരായ ആളുകളെ അതിരറ്റ് സ്നേഹിക്കുന്ന ആളാണ് ഇമാം മഹ്ദി. വജവാദം ബിൽ മാൽ, രാജ്യത്തിന്റെ ഖജനാവിൽ യഥേഷ്ടം സമ്പാദ്യം വാരിക്കൂട്ടിയിട്ട് നിക്ഷേപമാക്കി വെക്കുന്ന ആളല്ല ഇമാം മഹ്ദി. വജവാദം ബിൽ മാൽ, ആവശ്യക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന ആളായിരിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാ, യകൂനു ഫീ ആഖിരി സമാനി യഖ്റുജു ഫീ ആഖിരി സമാനി ഖലീഫ, അവസാന കാലത്ത് വരുന്ന ഖലീഫ, യുഅ്തിൽ മാല ഹസിയാ, സമ്പത്ത് വാരിക്കോരി കൊടുക്കും. ലാ യഉദ്ദുഹു അദ്ദാ, എണ്ണിപ്പോലും നോക്കാതെ, എണ്ണം കണക്കാക്കാതെ പാവങ്ങളെ സഹായിക്കുന്ന സ്വഭാവം. അതല്ലായിരുന്നോ മുൻഗാമികൾക്കൊക്കെ, സ്വഹാബത്തിനൊക്കെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് തന്റെ അടുത്ത കുടുംബക്കാരനായ ഒരാൾ 1,00,000 ദിർഹം കൊടുത്തയച്ചപ്പോ എന്താ ചെയ്തത്? പട്ടിണിയിൽ ജീവിച്ചു നബിയുള്ള കാലത്തൊക്കെ.
നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിതത്തിന്റെ പ്രയാസം കണ്ടപ്പോ, അപ്പോഴും ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയും കണ്ടപ്പോ സുഖത്തോടെ ജീവിക്കാൻ ഉമ്മുൽ മുഅ്മിനീനല്ലേ, വിശ്വാസികളിലെ മാതാക്കളിലെ പ്രധാനപ്പെട്ടവരല്ലേ, ഒന്ന് അവസാന കാലത്തെങ്കിലും സുഖത്തോടെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരു സഹാബി 1,00,000 ദിർഹം അങ്ങ് കൊടുത്തയച്ചപ്പോ മുഴുവനായിട്ട് അങ്ങ് ദാനം ചെയ്തു. അതിൽ നിന്ന് 1 ദിർഹം പോലും ബാക്കി വെക്കാതെ. സർവന്റ് വന്ന് ചോദിച്ചല്ലോ, മഹദി ഇന്ന് നമുക്ക് നോമ്പാണല്ലോ, 1 ദിർഹമെങ്കിലും നോമ്പ് തുറക്കുന്ന നേരത്തേക്ക് ഭക്ഷണം വാങ്ങാൻ നിങ്ങൾ എന്തുകൊണ്ട് ബാക്കി വെച്ചില്ല? 1,00,000 കിട്ടിയിട്ട് 1 രൂപ പോലും ബാക്കി വെക്കാതെ ഇന്ന് നോമ്പ് തുറക്കാനുള്ള സാധനമൊന്നും ഇവിടെ ഇല്ല എന്ന് വീട്ടിലെ സർവന്റ് വന്ന് ബരീറ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ നിനക്ക് ഉണർത്താമായിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ മുഴുവൻ കൊടുത്തു കഴിഞ്ഞല്ലോ. ലാ യഉദ്ദുഹു അദ്ദ. അള്ളാന്റെ ആളുകള് ഇവിടെ കിട്ടിയ പണം കൊണ്ട് സ്വർഗത്തില് വീട് പണിയും. നമ്മള് ഇവിടെ കിട്ടിയ പണം കൊണ്ട് ഇവിടെ വീട് പണിയുന്നതിന്റെ 10 ഭാഗമെങ്കിലും ആഖിറത്തില് സ്വർഗത്തിലൊരു വീട് പണിയാൻ ചെലവാക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? അള്ള പറഞ്ഞത് അതല്ലേ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഖുർആൻ. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് തന്ന സമ്പത്ത് കൊണ്ട്, പണം കൊണ്ട് പരലോകത്ത് നീ ഒരു ഭവനം പണിതോ. വലാ തൻസ നസീബക മിനദ്ദുനിയാ. ഇവിടെ കിട്ടിയ പണം മുഴുവൻ സ്വർഗത്തിൽ വീട് പണിയാൻ ചിലവഴിച്ചിട്ട് വലാ തൻസ നസീബക മിനദ്ദുനിയാ. ഇവിടത്തെ വീടിന്റെ, വാഹനത്തിന്റെ, ഭക്ഷണത്തിന്റെ, ഭാര്യാസന്താനങ്ങളുടെ കാര്യമൊന്നും നീ അവഗണിക്കണ്ട. ആ കാര്യം നീ അവഗണിക്കണ്ട. മക്കളെ നോക്കിക്കോ, വീട് വെച്ചോ, വാഹനം വാങ്ങിക്കോ. വലാ തൻസ, നീ മറക്കണ്ട. നസീബക മിനദ്ദുനിയ, ഈ ലോകത്തെ നിന്റെ നസീബിന്റെ കാര്യം നീ മറന്നവഗണിക്കണ്ട. അതിനുവേണ്ടി നീ പണം ചെലവഴിച്ചോ. പക്ഷേ അതിലേറെ മുഖ്യമായി നീ കാണേണ്ടത് വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഇവിടെ കിട്ടിയ പണം കൊണ്ടാ അവിടെ വീട് പണിയേണ്ടത്. 10 ലക്ഷം രൂപ കൊണ്ട് വീട് പണിയുന്ന ആളുകൾ സാധാരണക്കാരല്ലേ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ? അവൻ 1 ലക്ഷം രൂപ കൊണ്ട് ആഖിറത്തിൽ ഒരു വീട് പണിതിട്ടുണ്ടോ? അവൻ കൊടുക്കുമ്പോഴൊക്കെ കണക്ക് വെച്ചിട്ടല്ലേ കൊടുത്തിട്ടുള്ളത്? സക്കാത്തിന്റെ ഫണ്ട് എത്ര? 1 രൂപ എന്നാണ് കൂടി പോകാൻ പാടില്ല. കൂടിയാൽ തന്നെ ഇപ്പൊ കൊടുത്തപ്പോ 1 രൂപ കൂടി, അത് അടുത്ത വർഷത്തെ സക്കാത്ത് നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യാം. അങ്ങനെയൊക്കെ മസാല ചോദിച്ച ആൾക്കാരുണ്ട് ഇവിടെ. കൊടുത്തു, ആവശ്യക്കാരൻ വന്നപ്പോ കുറച്ച് നല്ലോണം അങ്ങോട്ട് കൊടുത്തു. അത് നോക്കുമ്പോ കണക്ക് കൂട്ടി നോക്കുമ്പോ സക്കാത്തിന്റെ ഫണ്ടിലേറെ ആയിട്ടുണ്ട്. അതിന് അടുത്ത വർഷത്തെ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഈ നിലയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇമാം മഹ്ദിയുടെ സ്വഭാവം, അള്ളാഹുവിന്റെ ആളുകളുടെ സ്വഭാവം ലാ യഉദ്ദുഹു അദ്ദാ. എണ്ണിപ്പോലും നോക്കാതെ ദീനീ രംഗത്ത് ചിലവ് ചെയ്യുന്ന ആൾ. യർലാ അൻഹുൽ മസാകീൻ. പാവപ്പെട്ടവരോട്, പാവപ്പെട്ടവർക്ക് ആ ഭരണാധികാരിയോട് വല്ലാത്ത സ്നേഹമാണ്. എത്രത്തോളം? ഹത്താ യതമന്നൽ അഹ്യാഉ അൽ അംവാത്. ജീവിക്കുന്ന ദരിദ്രനായ ബീരാൻകുട്ടിയും അന്ധവും പോക്കരും, ജീവിച്ചിരിക്കുന്ന ഫഖീറന്മാരായ ആളുകൾ കൊതിക്കും. എന്ത്? അൽ അംവാത്ത്, ആ മരിച്ച മമ്മാലി. ഫഖീറായി ജീവിച്ച മമ്മാലി ഇന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാട് അറിയാതെ ജീവിക്കാമായിരുന്നല്ലോ. ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാട് സഹിച്ചാണല്ലോ ആ ഫഖീറന്മാരൊക്കെ മരിച്ചുപോയത്. അവർ ഈ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇമാം മഹ്ദിയെ ബൈഅത്ത് ചെയ്ത യുഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജീവിച്ചിരിക്കുന്നവർ കൊതിച്ചു പോകുന്ന കാലം. എല്ലാ വിജയവും ഇമാമിലൂടെ കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ വിജയം കിട്ടുന്നത്? എങ്ങനെ വിജയം കിട്ടുന്നത്? ആയുധത്തിന്റെ ബലം കൊണ്ടല്ല, മുസ്ലിം ലോകത്തിന്റെ അംഗബലം കൊണ്ടല്ല. ഇമാം മഹ്ദിയുടെ വിജയം നമുക്ക് പാഠമാണ്. നബി തങ്ങൾ പറഞ്ഞു, ഇമാം മഹ്ദി വിജയിക്കുന്നത് ബോംബ് കൊണ്ടല്ല, അതുപോലെ രാസായുധം കൊണ്ടല്ല, പൗരാണിക യുഗത്തിലെ ആയുധങ്ങളായ വാളുകൊണ്ടോ കുന്തം കൊണ്ടോ അല്ല. മഹ്ദിയുടെ വിജയം
ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തക്ബീർ. മഹദിയുടെ വിജയം, മഹദിയുടെ ആയുധം തക്ബീറാണ്, അല്ലാഹു അക്ബർ. തസ്ബീഹാണ്, സുബ്ഹാനല്ലാഹ്. തഹ്ലീലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടല്ലേ ലോക ചരിത്രത്തിൽ സ്ഥിരമായ വിജയം വിജയിച്ചവരൊക്കെ വിജയിച്ചത് ആയുധം കൊണ്ടാണോ, ആൾബലം കൊണ്ടാണോ? ആൾബലമുണ്ടെന്ന് വിചാരിച്ചപ്പോ ഹുനൈനിൽ സ്വഹാബത്തിനെ പരാജയപ്പെടുത്തിയ സംഭവം 2 ആഴ്ച മുമ്പ് നിങ്ങൾ കേട്ടില്ലോ. സ്വഹാബത്തിന്റെ മനസ്സിലൊരു ദുരഭിമാനം വന്നു. നമ്മള് അംഗബലം കൂടുതലാണ്, മുശ്രിക്കുകൾ കുറവാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അംഗബലത്തിൽ നിങ്ങൾ ഉജ്ബിലകപ്പെട്ടപ്പോ അള്ളാഹു നിങ്ങളെ തകർത്തു എന്ന്. ബിത്തസ്ബീഹി വത്തഹ്ലീലി വത്തക്ബീർ. വർത്തമാനകാലത്തും അങ്ങനെ വിജയിക്കുള്ളൂ, ആയുധം കൊണ്ട് വിജയിക്കൂല. കഴിഞ്ഞ ആഴ്ച ഞാൻ പത്രത്തില് വിദേശ പേജിൽ ഒരു വാർത്ത വായിച്ചപ്പോ എനിക്ക് എന്തൊന്നില്ലാത്ത ഒരു ആത്മാഭിമാനം തോന്നി. ഇറാന്റെ ഇന്നത്തെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖാംനഈ എന്ന് പറയുന്ന അവരുടെ നേതാവ്, ആ രാജ്യത്തിന്റെ അവസാനത്തെ വാക്ക് അഹമ്മദ് നജാദ് അല്ല, പ്രസിഡന്റ് അല്ല, അവസാനത്തെ വാക്ക് മന്ത്രാലയത്തിന്റെ മുഫ്തിയും മതനേതാവുമായ അവർ തെരഞ്ഞെടുക്കുന്ന അവരുടെ ആയത്തുള്ളമാരിൽപ്പെട്ട ഖാംനഈയുടെ ഒരു പ്രസ്താവന. ഷീസൊക്കെ നമുക്ക് വിടുക, നമ്മളതൊന്നും അംഗീകരിക്കണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്താ അദ്ദേഹം പറഞ്ഞത്? ഇറാന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ? ഇറാനെതിരെ അമേരിക്ക കണ്ണുരുട്ടാണ്, ബ്രിട്ടൻ കണ്ണുരുട്ടാണ്, ഫ്രാൻസും റഷ്യയും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയാണ്. എന്നാലും ഈ പാവപ്പെട്ട രാജ്യം എന്തുകൊണ്ടാ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്കറിയോ? ടെഹ്റാനിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇറാനിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം കൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നല്ല പറഞ്ഞത്. മാരകമായ ആണവായുധങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് എന്നല്ല ആ രാജ്യത്തിന്റെ നേതാവ് പറഞ്ഞത്. നമുക്കൊക്കെ അഭിമാനിക്കാൻ പാകത്തിനുള്ള ഒരു വാക്ക് ആയത്തുള്ള ഖാംനഈ പറഞ്ഞത്, ലോകരാജ്യങ്ങൾ, ശക്തരാജ്യങ്ങൾ നമ്മെ കണ്ണുരുട്ടുന്നു, ഭീഷണിയോടെ സംസാരിക്കുന്നു, ഉപരോധം കൊണ്ട് യുദ്ധം ചെയ്യുന്നു. എന്നിട്ടും ഈ രാജ്യം തകരാതെ തളരാതെ മനോവീര്യത്തോടെ പിടിച്ചു നിൽക്കുന്നത് ആയുധബലം കൊണ്ടല്ല. ഈ രാജ്യത്തുള്ള ആളുകൾ, അവരുടെ കാര്യങ്ങൾ, രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ റബ്ബുൽ ആലമീനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പറയാനുള്ളൊരു തന്റെ ഇടം സൗദിയുടെ ഭരണാധികാരിക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എന്തൊരു വാക്കാത്! ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ആയുധം കൊണ്ട് പരിഹരിക്കാമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. റബ്ബുൽ ആലമീനിൽ ഞങ്ങൾ ഈ തവക്കുലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഇമാം മഹദിയുടെ വിജയം അങ്ങനെയായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ബിത്തസ്ബീഹി വത്തക്ബീരി വത്തഹ്ലീൽ. ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് അടയാളങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. വരുന്ന വർഷത്തെ പ്രത്യേക 2 അടയാളങ്ങൾ. ഇന്നലിൽ മഹ്ദി ആയത്തൈനി. മഹ്ദിയുടെ ആഗമനത്തിന് ആ കാലത്ത് പ്രത്യേക 2 അടയാളങ്ങൾ. മുൻകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അടയാളം. മഹ്ദി വരുന്ന വർഷം ആ റമളാനിന്റെ ആദ്യ രാവിൽ തന്നെ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും. ആ റമളാനിന്റെ പകുതിയിൽ സൂര്യഗ്രഹണവും കാണാൻ സാധിക്കും. ആ വർഷമായിരിക്കും മഹ്ദിയുടെ ആഗമനം. ആ വർഷത്തെ മധ്യത്തിലെ റമളാനിലെ പകുതി ഭാഗത്ത് സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് വാനലോകത്ത് നിന്ന് ശക്തമായ ഒരു ഇടിനാദം പോലത്തെ അട്ടഹാസം കേൾക്കും. ഖാലൂ വമസ്സൈഹത്തു യാ റസൂലല്ലാഹ്. നബിയേ, ആ അട്ടഹാസം എന്തട്ടഹാസമാണ്? എങ്ങനെയുള്ള അട്ടഹാസമാണ്? സ്വഹാബത്ത് ചോദിച്ചപ്പോ പുന്നാര നബി തങ്ങൾ പറഞ്ഞു, തൂഖിദുൻ നായിമ വതുഖ്രിജുൽ അവാതിഖ മിൻ ഹുദൂരിഹിന്ന. ആ അട്ടഹാസം കൊണ്ട് ഉറങ്ങുന്ന ആളുകളൊക്കെ ഞെട്ടിയുണരും. സ്ത്രീജനങ്ങൾ ഭവനങ്ങളിൽ നിന്ന് പേടിച്ച് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങും. ഏറ്റവും കൂടുതൽ ഭൂകമ്പം, ഭൂമികുലുക്കം നടന്ന ഒരു വർഷമായിരിക്കും അത്. മുൻകാലത്തൊന്നുമില്ലാത്ത വിധം കൂടുതൽ ഭൂകമ്പങ്ങൾ ആവർത്തിച്ചു വന്ന ഒരു വർഷമായിരിക്കും. ആ വർഷത്തിലെ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും അട്ടഹാസവും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ലോകാവസാനം അടുത്തിട്ടുണ്ട്, മഹദിയുടെ ആഗമനം മുന്നിലെത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഭൂകമ്പങ്ങളുടെ വർധനവ്,
ഭൂമി കുലുക്കങ്ങൾ അധികരിക്കൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതായി നമുക്ക് കാണാം. സഹീഹുൽ ബുഖാരിയിൽ കാണാമല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ തക്സുറ സലാസിൽ, ഭൂകമ്പം അധികരിക്കാതെ. ഭൂകമ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അധികരിച്ചുകൊണ്ടേയിരിക്കും. നബി തങ്ങൾ പറഞ്ഞു ലാ തഖൂമു സ്സാഅ, മറ്റൊരു ഹദീസിൽ ലോകം അവസാനിക്കുകയില്ല, ഹത്താ യുഖ്സഫ ബിഖബായില വഹത്താ യുഖാല മൻ ബഖിയ മിൻ ബനീ ഫുലാൻ. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ്. ഒരു പ്രദേശത്തെയാകം ഭൂകമ്പം വിഴുങ്ങിയിട്ട് ഹത്താ യുഖാല മൻ ബഖിയ മിൻ ബനീ ഫുലാൻ. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കുക ആരൊക്കെ പെട്ടു, ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോ ആരൊക്കെ മരിച്ചു എന്നുള്ള ചോദിക്കുക. എന്നാൽ ഈ ഭൂകമ്പത്തിന്റെ ശക്തി കൊണ്ട് ജനങ്ങൾ ചോദിക്കുന്നത് മൻ ബഖിയ മിൻ ബനീ ഫുലാൻ, ആരെങ്കിലും ബാക്കിയുണ്ടോ? കാരണം ബാക്കിയാവൂല. മൻ ബഖിയ മിൻ ബനീ ഫുലാൻ, ആ ഗോത്രത്തിലെ ആ പ്രദേശത്തെ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുന്ന വിധം ഭൂകമ്പങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കും. പഴയ കാലത്ത് ഈ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുണ്ടായ ഭൂകമ്പങ്ങൾ മഹാന്മാരായ മുസ്ലിം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ എല്ലാം സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഭൂകമ്പങ്ങളെ കുറിച്ച് അവരൊക്കെ എഴുതി വെച്ച ചുരുക്കം ചില സംഭവങ്ങൾ, മുൻകാല ജനതയിലുണ്ടായ ഭൂകമ്പങ്ങൾ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ അനുഭവത്തിലുണ്ടായത് വളരെ കുറച്ച് മാത്രം. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ 100 വർഷത്തിനിടയിൽ ഒരു ഭൂകമ്പം ഉണ്ടായത്. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ 100 വർഷത്തിനിടയിൽ ഒരൊറ്റ ഭൂകമ്പം. അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഹിജ്റ 1251, ഇപ്പൊ ഹിജ്റ എത്രയാ? 1431 ഹിജ്റ വർഷം. 1431, ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് 1251 നമ്മുടെ കേരളത്തിന്റെ മലബാറിന്റെ കടലോര മേഖലകളിൽ ഒരു ശക്തമായ ഭൂമി കുലുക്കമുണ്ടായി. അന്ന് മുസ്ലിംകൾ തിങ്ങി താമസിക്കുന്ന ഭാഗത്തും അല്ലാത്തിടത്തുമൊക്കെ ആൾനാശവും ഭവനനാശവും എല്ലാം ഉണ്ടായി. അന്ന് മഹാനായ ഉമറുൽ ഖാലി റഹിമഹുല്ല ജീവിച്ചിരിക്കുന്ന കാലാണ്. ഉമർ ഖാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാവ്യസമാഹാരത്തിൽ അതൊരു ചരിത്ര രേഖയായി അന്നു തന്നെ രേഖപ്പെടുത്തി. അന്നൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. ഉമർ ഖാലി രേഖപ്പെടുത്തി, അയാലല്ലാഹ് തസൽസലത്തിൽ ബിലാദു ബിമൻ ഫീഹാ വലജലഹൽ ഇബാദു. അയാലല്ലാഹ് തസൽസലത്തിൽ ബിലാദു, നാട് വിറച്ചല്ലോ പടച്ചോനെ. ബിമൻ ഫീഹാ വലജലഹൽ ഇബാദു, ആ നാട്ടിലുള്ള ആളുകളും വിറച്ചല്ലോ. വലജലഹൽ ഇബാദു, ജനങ്ങളൊക്കെ പേടിച്ചരണ്ട് നട്ടോട്ടം ഓടിയല്ലോ പടച്ചോനെ. ഹവാലി അർളി പൊന്നാനി വഫീഹാ ബദാത് തറാ സലാസിലുഹ ശിദാദു. പൊന്നാനി പള്ളിയും പരിസരവും എല്ലാം വിറച്ചല്ലോ. അതിശക്തമായ പ്രകമ്പനം കൊണ്ട് ജനങ്ങളൊക്കെ പേടിച്ചല്ലോ. ഉമർ ഖാലി പറയാണ്, തുടർന്ന് പറയാണ്, ഫദക്ദകത്തിൽ കനായിസു വൽ ഖുസൂറു ബിമംലകത്തിൻ നസ്വാറാ വസ്സവാദു. ഇന്നും ഉമർ ഖാലിയുടെ ആ കാവ്യ സമാഹാരത്തിൽ ഈ ബൈത്ത് നമുക്ക് കാണാം. എന്നിട്ട് ഫദക്ദകത്തിൽ കനായിസു വൽ ഖുസൂർ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലാണ്. അവിടെയും കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് ഒരു കുത്ത്. ആലോചിച്ച് നോക്കണം, ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് അത് ചരിത്ര രേഖയാക്കുന്ന നേരത്ത് അവിടെയും കൊടുത്തു ബ്രിട്ടീഷുകാരൊരു കുത്ത്. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ നസ്രാണികൾ ഇവിടെ വന്നിട്ടാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മളൊന്നും അള്ളാഹിനോട് അങ്ങനെ കുരുത്തക്കേട് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് ജീവിക്കുവാണ്. എന്താ പറയുന്നത്? ഫദക്ദകത്തിൽ കനായിസു വൽ, എന്നിട്ടാണ് നമ്മെ രാജ്യദ്രോഹികളും ഭീകരന്മാരുമാക്കി ചിത്രീകരിക്കുന്നത്. ഈ പൈതൃകവും പാരമ്പര്യവുമാണ് നമുക്കുള്ളത്. രാജ്യത്ത് കടന്നു വന്ന വൈദേശിക ശക്തിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ കുഞ്ഞാലിമരക്കാർമാർ, പറങ്കിപ്പടകളെ തുരത്തി അറബിക്കടലിനെ ചെഞ്ചായമണിയിച്ച ധീരന്മാരായ മാപ്പിള മക്കൾ, അവരുടെ പൈതൃകവും പാരമ്പര്യവുമാണ് നമുക്കുള്ളത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്നിട്ട് പറയാ, ഫദക്ദകത്തിൽ കനായിസു വൽ ഖുസൂറു ബിമംലകത്തിൻ നസ്വാറാ വസ്സവാദു.
ഈ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ബംഗ്ലാവുകളും അവരുടെ ആരാധനാലയമായ ക്രൈസ്തവ ദേവാലയങ്ങളുമൊക്കെ പൊടിപടലങ്ങളായി മാറി. അല്ലാഹ് തകർത്തു. ബി മംലക്കത്തിൻ നസാറ, ഇന്നത്തെ ഗവൺമെന്റ് നസാറ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തകർന്നു, അവരൊക്കെ പേടിച്ചു. വസ്സവാദു, ഗ്രാമീണ മേഖലകളും തകർന്നു. എന്നിട്ട് അതിന്റെ ഡേറ്റ് വരെ കവിതയിൽ ബിലൈലത്തി താസിഇ ശഹരിൽ ജുമാദാ അയിൽ ഊലാ ലഹാ അദ്മാർ റുഖാദു അലാ മിഅതൈനി വൽ ഹാദി വഅൽഫി മഅൽ ഖംസീന അമൽ ലാ യുസാദു. ഹിജ്റ വർഷം, അതും കവിതയിൽ വല്ലാത്ത കാവ്യഭാഷയും വല്ലാത്ത സാഹിത്യ സമ്പുഷ്ടമായ വരികളുമാണത്. സാധാരണ പച്ച മലബാറിലെ കാക്കാമാരോട് പാടുമ്പോ ഒരുപാട് രസകരമായ ഇരടികളുണ്ടല്ലോ, അല്ലേ? വലൂവൽ ഫാമിൻ മുങ്ങി കാക്കച്ചി ഫീലബൻ കമാമിസിലി വെള്ളക്കൊക്ക് ആകൂല ഫീസമൻ. ഉമർ ഖാദിയുടെ പാട്ടാത്. 1000 കൊല്ലം കാക്കച്ചി പാലില് മുങ്ങിയാലും വെള്ളക്കൊക്കാവൂല. വലുവൽ ഫാമിൻ ഇട്ടു നായന്റെ വാലിനെ ബി ഓടക്കുഴല്ലാത്തൂലിഹാലിന. നല്ല നല്ല കവിതകൾ. അതിന്റെ ജംഅ് ചെയ്ത കവിതയുടെ സമാഹാരം ഇന്നും മേടിക്കാൻ കിട്ടും, വായിച്ചു നോക്ക്, വല്ലാത്ത രസം. എന്നിട്ട് പറയാണ് ഹിജ്റ 1251 ജമാദുൽ ഊല മാസത്തിന്റെ 9-ാം തീയതി രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. അന്ന് ആ ഭൂകമ്പം ഉണ്ടായിട്ട് ഹിജ്റ 1251 ആ ഭൂകമ്പം ഉണ്ടായിട്ട് പിന്നെ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ, നമ്മുടെ കാരണവന്മാർ ഭൂകമ്പം കാണുന്നത് 1317 66 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. 66 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ത്യ രാജ്യത്ത് ഒരു ഭൂകമ്പം കാണുന്നത്. ആ 1317 ഭൂകമ്പം ഇന്ത്യയുടെ വിവിധ ദിക്കുകളെ ധരിപ്പിച്ചു, ഇളക്കി മറിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1990 ക്രിസ്തു വർഷം 90-ന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 90-ന് ശേഷം നമ്മൾ ഭൂകമ്പം കണ്ടു, അല്ലേ? 1990-ന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ആൾനാശവും ഭൂകമ്പങ്ങളുടെ ആവർത്തനവും 90-ന് ശേഷം നമ്മൾ കണ്ടു. 10-20 വർഷത്തിനിടയ്ക്ക് 1992 ഇന്തോനേഷ്യയിൽ ആയിരങ്ങളെ നശിപ്പിച്ച, കൊന്നൊടുക്കിയ ഭൂകമ്പം അരങ്ങേറിയപ്പോ 1993 ഇന്ത്യയുടെ വടക്കൻ മേഖലകളിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ച മഹാഭൂകമ്പമുണ്ടായി. പിന്നെ 93 മുതൽ 99 വരെയുള്ള കാലയളവിൽ ജപ്പാനിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലുമായി 1000-കണക്കിന് ആളുകൾ മരിച്ചു വീണു, അല്ലേ? 1999 2 ലക്ഷം ആളുകൾ തായ്വാനിൽ മരിച്ചു ഭൂകമ്പം വഴി. 2 ലക്ഷം ആളുകൾ. ഇത് 2000 ആയപ്പോഴോ 2000 മുതൽ 2010 വരെയുള്ള കാലം നോക്കൂ, കൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാ തഖൂമുസ്സാഅ ഹത്താ തക്സുറസ്സലാസിൽ. പുന്നാര നബി പറഞ്ഞു, ബൈന യദഇസ്സാഅ, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി സംഭവിക്കും. മൂത്താനുൻ ശദീദ, മരണം കനക്കും. കനത്ത മരണങ്ങൾ യുദ്ധം കൊണ്ടും പലവിധ മാറാവ്യാധി രോഗം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും മരണം കനക്കും. വബഅദഹു സനവാതുസ് സലാസിൽ, മരണം കനക്കുന്നതിന്റെ പിറകിൽ വബഅദഹു സനവാതുസ് സലാസിൽ, ഭൂകമ്പത്തിന്റെ വർഷങ്ങൾ. ഒരു വർഷത്തിലും ഭൂകമ്പം ഇല്ലാതിരിക്കില്ല. ഒരൊറ്റ വർഷത്തിൽ തന്നെ ധാരാളം ഭൂമി കുലുക്കങ്ങൾ അനുഭവപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. 2000-മായി. 2001 എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ഗുജറാത്തിൽ 10,000-കണക്കിന് ആളുകൾ മരിച്ചു. 2002 അഫ്ഗാനിസ്ഥാനിൽ 1000-കണക്കിന് ആളുകൾ മരിച്ചു. 2003 ഇറാനിൽ 30,000 ആളുകൾ മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2005 ഇന്തോനേഷ്യയിൽ 1000-കണക്കിന് ആളുകൾ മരിച്ചു. 2007 ഇന്തോനേഷ്യയിൽ തന്നെ 1,00,000-ലധികം ആളുകൾ മരിച്ചു. 2008 ചൈനയിൽ 20,000-ലധികം ആളുകൾ മരിച്ചപ്പോ 2009-2010 കാലയളവ്, ഈ വർഷം നിങ്ങൾ കണ്ടല്ലോ ഹെയ്റ്റിയിൽ എന്താ സംഭവിച്ചത്. ആ രാജ്യത്ത്
ശക്തമായ ഭൂകമ്പമുണ്ടായിട്ട് രാജ്യത്തിന്റെ റോഡിലും നാടിലും മയ്യിത്തുകൾ കുന്നുകൂടിയിട്ട് സംസ്കരിക്കാൻ പോലും ആ നാട്ടുകാർക്ക് സാധിക്കാതെ ആ രാജ്യം ഒരു പ്രേതഭൂമിയായി മാറിയപ്പോ ലോകരാജ്യങ്ങൾ സഹായഹസ്തവുമായി ഓടിയെത്തി, അല്ലെ? ഓടിയെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ലോക പോലീസ്, അമേരിക്ക അപ്പോഴും അവിടെ താവളം ഉണ്ടാക്കാനാണ് നോക്കിയത്. ശക്തമായ പ്രതിഷേധം ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുണ്ടായി. ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല. അപ്പോ ഈ കഴിഞ്ഞ വർഷം നാം കണ്ടത്, ഈ വർഷവുമായി 2009, 2010 ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഇനി നോക്കിക്കോ, അടുത്ത വർഷങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കാകൂ? അള്ളാഹു കാത്തി രക്ഷിക്കുകയല്ലാതെ. ഒരു രാത്രിയിൽ നാം ഉറങ്ങി നേരം വെളുക്കുമ്പോ ചിലപ്പോ നമ്മളുണ്ടാകൂല, നമ്മുടെ പെരുമ്പാവൂർ പട്ടണം ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. എല്ലാം ശൂന്യാക്കാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും. ഇങ്ങനെ ഭൂകമ്പം വരുന്നത്, അന്ത്യദിനത്തിൽ ഭൂകമ്പം വർദ്ധിക്കും, എണ്ണം കൂടും, ആൾനാശം കൂടും എന്നൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ കാരണം പറഞ്ഞു. എന്തുകൊണ്ടാ അതുണ്ടാകുന്നത്? ഏതു നാടിനെ പിടിച്ച് കുരുക്കണമെന്ന് അള്ളാഹ് എന്തുകൊണ്ടാ തീരുമാനിക്കുന്നത്? അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. പെരുമ്പാവൂരിൽ ഒരു കാമ്പുള്ള കാതലുള്ള ഒരു മനുഷ്യനുണ്ടെങ്കിൽ അള്ളാഹു ഒരു പക്ഷേ ഈ പ്രദേശത്തെ അത്തരത്തിലുള്ള ഭൂകമ്പങ്ങളിൽ നിന്ന് കാത്തിരക്ഷിച്ചേക്കാം. എന്ത് യോഗ്യതയുള്ള ആളുകളാണ് ഉണ്ടാവേണ്ടത്? ഭൂകമ്പത്തിന്റെ കാരണം എന്തൊക്കെയാണ്? ഇതിനുള്ള കാരണം കണ്ടെത്തണല്ലോ. അല്ലാതെ ഭൂകമ്പം ഉണ്ടായ ഭാഗത്തേക്ക് സഹായം എത്തിച്ചതുകൊണ്ട് മാത്രം മനുഷ്യന്റെ പ്രത്യേകതയല്ല അത് ഇതര ജീവജാലങ്ങൾക്കുമുണ്ട്. ഒരു കാക്ക ആക്രമിക്കപ്പെട്ടാൽ, ഒരു കാക്ക അപകടത്തിൽപ്പെട്ടാൽ, സഹജീവികളായ ഒരു കാക്ക, ജീവിയായ ഒരു കാക്ക കണ്ടാല് എല്ലാരും വിളിച്ചു വരുത്തും, നമുക്കറിയാലോ. എന്നിട്ട് കാക്കകളുടെ ഒരു കൂട്ടം, എന്നിട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവർ സംഘടിക്കുകയാണ്, ഐക്യപ്പെടുകയാണ്. ഈ സ്വഭാവം ഇതര ജീവികളിലുമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രത്യേകതയാവൂല. മനുഷ്യന്റെ പ്രത്യേകത ഈ ഭൂകമ്പങ്ങളുടെ കാരണം എന്തെന്ന് കണ്ടെത്തണം. ഇത് പാഠമായിട്ടാണ് ഇറക്കുന്നതെന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞു. ഇതിൽ നിന്ന് പാഠം പഠിക്കണം. ഒരു പാഠം തന്നാൽ അതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. എന്താണ് ഭൂകമ്പത്തിന്റെ പാഠം? എന്തുകൊണ്ടാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്? ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന കാര്യം എന്താണ്? പരിശുദ്ധ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. ഈ രാജ്യത്തെ അത്തരം മഹാദുരന്തത്തിൽ നിന്ന് കാക്കാൻ നമ്മെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബാക്കി ഭാഗം അടുത്ത ആഴ്ച പറയാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.